BRS നേതാവ് മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ തെലങ്കാനയിലെ കെ കവിതയ്ക്ക് ജാമ്യം നൽകിക്കൊണ്ട് സുപ്രീം കോടതി വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. ഇഷ്ടക്കാരെ സാക്ഷികളാക്കിയും ഇഷ്ടമുള്ളവരെ മാപ്പുസാക്ഷിയാക്കിയും എതിരാളികളെ നിശബ്ദരാക്കാൻ നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ ശരിയല്ല. ജാമ്യം അതാണ് നിയമം. ജാമ്യം നിഷേധിക്കൽ ഒരു എക്സെപ്ഷൻ മാത്രമാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. നമസ്തേ. BRS നേതാവ് മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കെ കവിത കഴിഞ്ഞ 5 മാസമായി ജയിലിലായിരുന്നു. കെ കവിതയെ ഡൽഹി ലിക്കർ സ്കാമിൽ അകത്താക്കിയിരുന്നു. കെ കവിതയ്ക്ക് 5 മാസത്തിന് ശേഷം സുപ്രീം കോടതി ജാമ്യം നൽകി. ആ സുപ്രീം കോടതി വിധിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം നൽകിക്കൊണ്ട് സുപ്രീം കോടതി നൽകിയ വിധിയെ അടിസ്ഥാനമാക്കി ജയിൽ ഒരു സാമാന്യം നിയമമല്ല, എക്സെപ്ഷൻ മാത്രമാണ്. സാമാന്യ നിയമം, അതായത് നോം റൂൾ എന്നത് ജാമ്യം നൽകലാണ്. ഒരു വ്യക്തിയുടെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത്, കട്ടയിൽ ചെയ്യുന്നത്, അത് വളരെ സൂക്ഷിച്ചു വേണം. ഒഴിച്ചുകൂടാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ മാത്രമേ അത് ചെയ്യാവൂ എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ പ്രതിയോഗികളെ ഒന്നൊന്നായി ഓരോ കേസിനകത്ത് അകത്താക്കി. മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ അകത്തായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാൾ ഇപ്പോഴും അകത്താണ്. ഒരു കേസിനകത്ത് ജാമ്യം കിട്ടിയിട്ടും CBI മറ്റൊരു കേസെടുത്ത് കേജ്രിവാളിനെ പുറത്തുവിടാതെ ഇപ്പോഴും അകത്ത് നിർത്തിയിരിക്കുന്നു. ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ അകത്തായിരുന്നു, ജാമ്യം നൽകി. അപ്പോൾ ഇങ്ങനെ എതിരാളികളെ നിശബ്ദരാക്കുന്നതിന് വേണ്ടിയിട്ട് EDയെ ഉപയോഗിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ വിധി പ്രസ്താവം വന്നത്. ഇതിനകത്ത് നമ്മളൊരു കാര്യം സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. കെ കവിതയ്ക്ക് ഈ ലിക്കർ സ്കാമുമായി ബന്ധമുണ്ടെന്നുള്ളതിന് എന്താണ് തെളിവ്? 5 മാസം അകത്ത് കിടന്ന ഒരു വനിതയെ സംബന്ധിച്ചാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. എന്താണ് തെളിവ്? അതിന് തെളിവായി പറയുന്നത്, അവിടെ തെലുഗുദേശം MP ശ്രീനിവാസുലു റെഡ്ഡി, മങ്കുണ്ട ശ്രീനിവാസുലു റെഡ്ഡി തെലുഗുദേശം MP-യാണ്. അദ്ദേഹം സാക്ഷി. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ഇതിന് ആലോചന നടന്നു. വീട്ടിൽ വെച്ച് ആലോചന നടക്കുമ്പോൾ കേജ്രിവാളിനും ഇതിനകത്ത് പങ്കുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഈ തെലുഗുദേശം പാർട്ടിയുടെ MP ശ്രീനിവാസുലു റെഡ്ഡി സാക്ഷിയാണ്. ശ്രീനിവാസുലു റെഡ്ഡിയുടെ മകൻ ഈ ലിക്കർ സ്കാം കേസിൽ പ്രതിയായിരുന്നു. കവിതയെപ്പോലെ തന്നെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് ED കണ്ടെത്തി പ്രതിയാക്കിയിരുന്നു. പക്ഷേ പ്രതിയാക്കിയിരുന്ന ശ്രീനിവാസുലു റെഡ്ഡിയുടെ മകൻ രാഘവ മങ്കുണ്ട റെഡ്ഡി, ആ രാഘവ റെഡ്ഡിയെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റി മാപ്പുസാക്ഷിയാക്കി. എന്നിട്ട് ആ രാഘവ റെഡ്ഡിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കവിതയെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കവിതയ്ക്കെതിരെയുള്ള തെളിവ്? കവിതയെപ്പോലെ തന്നെ പ്രതിയായിരുന്ന ഒരാളിനെ മാപ്പുസാക്ഷിയായിരിക്കുന്നു. ആ മാപ്പുസാക്ഷിയുടെ മൊഴി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളിനെ മാപ്പുസാക്ഷിയാക്കാനും ഇഷ്ടമുള്ള ആളിനെ സാക്ഷിയാക്കാനും ഇഷ്ടമില്ലാത്ത ആളിനെ പ്രതിസ്ഥാനത്താക്കാനും അങ്ങനെയുള്ള പിക്ക് ആൻഡ് ചൂസ് അത് നടക്കില്ല. അത് നിയമവിരുദ്ധമാണ്. ഈ കേസിനകത്ത് അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരേ കേസിനകത്താണ് കേജ്രിവാളിനെയും മനീഷ് സിസോദിയെയും അകത്താക്കിയിരിക്കുന്നത്. 5 മാസവും 1 വർഷവും ഒക്കെ കിടന്നതിന് ശേഷം പുറത്തു വരുന്ന ആളുകൾ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസമെങ്കിലും അകത്തിടുമ്പോൾ അതിനൊരു റീസൺ വേണ്ടേ? അതിനൊരു കാരണം വേണ്ടേ? ആ കാരണമൊന്നും ഇതിനകത്തില്ല. ഇത്രയും ദിവസമായിട്ടും അവർക്കെതിരെ ഒരു നിയമ നടപടിയും സ്വീകരിക്കത്തക്കവണ്ണമുള്ള ഒരു കാര്യവുമില്ല. കെ കവിതയ്ക്കെതിരെ ട്രയൽ നടത്താം. ട്രയൽ എന്ന് നടത്തും? എപ്പോൾ തീരും? ട്രയൽ തീരുന്നത് വരെ ഇവരെ അകത്ത് കിടത്തണമെന്നുണ്ടെങ്കിൽ അതിന് മതിയായ കാരണങ്ങളുണ്ടാകണം. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഹേമന്ത് സോറന്റെ കാര്യത്തിലും ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടാണ് അകത്തേക്ക് പോയത്.
ഹേമന്ത് സോറൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും മുഖ്യമന്ത്രിയായി. അങ്ങനെ ഒരാളിനെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് മതിയായ തെളിവ് വേണ്ടേ? മൈനിങ് കേസിനകത്ത് ഹേമന്ത് സോറന് പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള യാതൊന്നും വന്നിട്ടില്ല എന്ന് ജാമ്യത്തിനെ സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മളുടെ നാട്ടിലെ കോടതികൾക്കുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് കൂടിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. EDയോട് പറഞ്ഞിരിക്കുന്നു സെക്ഷൻ 45 ഓഫ് ദി പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, അത് ആരുടെയും സ്വാതന്ത്ര്യത്തെ ഹനിക്കാനുള്ള ഒരു വകുപ്പാണ് എന്ന് ED കരുതേണ്ടതില്ല, CBI കരുതേണ്ടതില്ല. അങ്ങനെ ഹനിക്കത്തക്കവണ്ണമുള്ള ഒരു വകുപ്പിനും ഭരണഘടനാ സാധുതയില്ല എന്ന് വളരെ അർത്ഥശങ്കക്കിടയില്ലാത്തവണ്ണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഇത് നാട്ടിലെ എല്ലാ ജാമ്യം നിഷേധിക്കുന്ന കോടതികൾക്കുള്ള ഒരു വലിയ ഒരു നിർദ്ദേശമാണ്, ഒരു ഡയറക്ഷനാണ്. ജാമ്യം നൽകുന്നത് എങ്ങനെ, എന്തിന്, എവിടെ ജാമ്യം നിഷേധിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കവിതയ്ക്ക് ഹൈക്കോടതിയിൽ ജാമ്യം നിഷേധിച്ചതിന് ഒരു കാരണം പറഞ്ഞു. ഹൈക്കോടതിയിൽ കാരണം എന്താണെന്ന് പറഞ്ഞത് ഡൽഹി ഹൈക്കോടതി പറഞ്ഞത് കവിത ഈസ് ആൻ എഡ്യൂക്കേറ്റഡ് ആൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് വുമൻ, ഹെൻസ് ബെയിൽ ഈസ് റിജക്റ്റഡ്. ഒരാളിന് എതിരെ തെളിവില്ല, പക്ഷേ ഷീ ഈസ് ആൻ എഡ്യൂക്കേറ്റഡ് ആൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് വുമൻ, ഹെൻസ് ബെയിൽ ഈസ് റിജക്റ്റഡ്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതാണ്. ഇത് ഡൽഹി ഹൈക്കോടതി ചെയ്തത് തെറ്റാണ്. ഇത് വളരെ പ്രധാനമായും നമ്മുടെ നാട്ടിലെ കോടതികൾ മനസ്സിലാക്കേണ്ടത് ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ. ഇത് മനസ്സിലാക്കണം. ഇതിനകത്ത് ഒരു കാര്യം കൂടി നമ്മൾ താഴത്തെ കോടതികൾ മനസ്സിലാക്കേണ്ടത്, ബെയിൽ ഈസ് നോട്ട് ദി മേഴ്സി ഓഫ് ദി പ്രോസിക്യൂട്ടർ. പ്രോസിക്യൂട്ടർ ബെയിൽ നൽകേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിഷേധിക്കുന്നു. പ്രോസിക്യൂട്ടർ പറയുന്ന ദിവസങ്ങളിലേക്ക് എത്ര ദിവസമാണെങ്കിലും മാറ്റി കേസ് വെക്കുന്ന താഴത്തെ കോടതികളും ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ദിവസമെങ്കിലും ഒരാളിനെ ജയിലിന് അകത്തേക്ക് വിടുമ്പോൾ ഭരണഘടന നൽകുന്ന അയാളുടെ അവകാശത്തെയാണ് ആ കോടതി ഹനിക്കുന്നത്. അതിന് മതിയായ കാരണങ്ങളുണ്ടാകണം. അതിന് പ്രോസിക്യൂട്ടറുടെ അഭിപ്രായം മാത്രം പോരാ. പ്രോസിക്യൂട്ടർ ഒരു കേസ് ഡയറി കൊണ്ടുവന്നില്ല, എനിക്ക് 4 ദിവസം കഴിഞ്ഞിട്ട് അത് കൊണ്ടുവരാൻ കഴിയൂ എന്ന് പറയുമ്പോൾ 4 ദിവസം കഴിഞ്ഞ് ഉള്ള ഒരു തീയതിയിലേക്ക് കോടതി കേസ് മാറ്റി ഇയാളെ ജയിലിനകത്താക്കുന്നുവെങ്കിൽ അത് ശരിയല്ല എന്ന് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് PMLA കേസിന് മാത്രമല്ല, വളരെ വ്യക്തമായിട്ട് ജാമ്യം എന്തുകൊണ്ട് നിഷേധിക്കണം, അതിന് മതിയായ ഇയാൾ വീണ്ടും ഇത് ക്രൈം നടത്തും എന്ന് ഒരു ബോധ്യമുണ്ടാകണം. 2, ഇയാൾ സാക്ഷികളെ സ്വാധീനിക്കും എന്ന് ബോധ്യമുണ്ടാകണം. ഇയാൾ ഈ ട്രയലിന് നിൽക്കാതെ ഇവിടെ നിന്ന് പോകും എന്ന്, കോടതിയിൽ നിന്ന് വരാതെ രക്ഷപ്പെടും എന്ന് എന്തെങ്കിലും ഒരു തെളിവുണ്ടാകണം. അല്ലാതെ വെറുതെ ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഒരു ലെയിം എക്സ്ക്യൂസിൻ്റെ ഞാൻ ഇങ്ങനെ ചെയ്യൂ, 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഞാൻ ജാമ്യം കൊടുക്കൂ എന്ന നിലപാട് ഏതെങ്കിലും ഒരു കോടതി എടുക്കുന്നെങ്കിൽ സുപ്രീം കോടതിയുടെ ഡയറക്ഷന് വിരുദ്ധമായിട്ടാണ് ആ കോടതിയുടെ നിലപാട് എന്നത് വളരെ വ്യക്തമാണ്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ബെയിൽ ഈസ് ദി ലോ ആൻഡ് ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ. PMLA ആക്ടിൽ തിരിച്ച് ജയിൽ ഈസ് ദ റൂൾ ആൻഡ് ബെയിൽ ഈസ് ആൻ എക്സെപ്ഷൻ എന്ന് പ്രോസിക്യൂട്ടർ കരുതുന്നുണ്ടെങ്കിൽ, സോളിസിറ്റർ ജനറൽ കരുതുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്, ദാറ്റ് ഈസ് എഗൻസ്റ്റ് ദി പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതായത് നമ്മുടെ നാട്ടിൽ എതിരാളികളെ നിശബ്ദരാക്കുന്നതിന് ഉപയോഗിക്കാൻ വേണ്ടി PMLA ആക്ട് കൊണ്ടുവരുമ്പോഴും എതിരാളികളെ നിശബ്ദരാക്കാൻ CBIയെയും കൊണ്ടുവരുമ്പോഴും അതിനെതിരെയുള്ള ശക്തമായ താക്കീത് സുപ്രീം കോടതി നൽകിയിരിക്കുന്നു എന്നത് ജനാധിപത്യത്തിൻ്റെ ഭരണഘടനയുടെ ആ ഒരു വലിപ്പത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.